നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അതോടൊപ്പം തന്നെ കഥ ഇഷ്ടപ്പെടുവാണോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നത് നിധിക്ക് വേണ്ടിയിട്ട് ഒരു നൈറ്റ് സൂട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് സുധീഷ് വരുന്നത്. പക്ഷേ സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ, ഇതെങ്ങനെ കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേനും നികേഷാണ് പറയണേ, ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, കണ്ണടച്ച് എന്നിട്ട് നിധിയടുത്തോട് പറഞ്ഞാൽ മതി, ഇതേ ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റാ, ഇത് നീ വാങ്ങിച്ചാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയണം. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിച്ചു, അത് ശരിയാകുമോ? ശരിയാകും, ഒരു കാര്യം ചെയ്യുക, ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കാൻ പറയണം. അങ്ങനെ സുധീഷ് എന്ത് ചെയ്തു, കണ്ണടച്ച് എന്നിട്ട് ആ ഗിഫ്റ്റൊക്കെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അതെ ഞാനേ ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ച പ്രത്യേക ഗിഫ്റ്റാ, സ്പെഷ്യൽ ഗിഫ്റ്റാ, ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ള, ഇഷ്ടപ്പെടുവാണെ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിധിക്ക് കൊടുക്കുന്ന പോലെ നീട്ടുവാണ്. ആ സമയത്താണ് ഭാസ്കരൻ കുളിക്കാൻ പോകാനായിട്ട് അങ്ങോട്ട് വരുന്നത്. ഭാസ്കരൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും, ആഹാ കൊള്ളാലോ, തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ നേരെ നോക്കിക്കൊണ്ടാണ് സുധീഷ് അത് പറയണമെന്ന് ഭാസ്കരൻ തെറ്റിദ്ധരിച്ചു. കൊള്ളാലോ, തനിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഓ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഭാസ്കരൻ അത് മേടിക്കാൻ തുടങ്ങുന്ന സമയത്ത് സുധീഷ് പറഞ്ഞു, അതെ ഇപ്പം ഞാൻ തരില്ല, പിന്നെ നീ ഇത് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, ഇപ്പം നീ തുറന്നു നോക്കുകയും ചെയ്യരുത്, പിന്നെ തുറന്നു നോക്കിയാൽ മതി. ഭാസ്കരൻ പെട്ടെന്ന് എന്ത് ചെയ്തു, ഓ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നത് എടുക്കാം എന്ന് കരുതിയിട്ട് കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് കണ്ണ് തുറന്നിട്ട് നികേഷിൻ്റെ അടുത്ത് വന്നിട്ട് സുധീഷ് ചോദിച്ചു, എങ്ങനെയുണ്ടോ എൻ്റെ ആക്ടിങ്, കൊള്ളാമല്ലേന്ന് ചോദിച്ചു. കൊള്ളാം, ഇങ്ങനെ തന്നെ മതി എന്ന് പറയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയിട്ട് ഗിഫ്റ്റ് നിധിക്ക് കൊടുക്കാൻ തുടങ്ങണം. പെട്ടെന്ന് ഓർത്തു, നിധി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പം കൊടുക്കണോ? വേണ്ട, നിധി നാളത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സുധീഷാ പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലാണ്, ഉറപ്പായിട്ടും നിനക്ക് ഈ ജോലിയൊക്കെ കിട്ടുമെന്ന്. നല്ല പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിധിയുടെ മനസ്സിൽ, തനിക്ക് ജോലി കിട്ടുമല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും തനിക്ക് ഇനിയിപ്പം ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ജോലി കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. ആ സമയത്താണ് സുധീഷ് ഗിഫ്റ്റായിട്ട് വരുന്നത്. ഗിഫ്റ്റ് പക്ഷേ സുധീഷ് കൊടുത്തില്ല, ഇവിടെ വെക്കാം, ഇത്തിരി കഴിഞ്ഞിട്ട് കൊടുക്കാൻ നിർത്തുന്നുണ്ട്. സുധീഷ് ആ ഗിഫ്റ്റും അവിടെ വെക്കുവാണ്. അപ്പോഴേക്കും സുഭാഷൊക്കെ അങ്ങോട്ട് വന്നു. സുഭാഷ് വന്നിട്ട് സുധീഷിനോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഭാസ്കരൻ എന്ത് ചെയ്തു, കുളി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നേ. ഭാസ്കരൻ കുളി കഴിഞ്ഞ് വന്നിട്ട് ഒരു മുണ്ട് മാത്രം എടുത്തോണ്ടാ വന്നേ. ആ കോലം കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷിച്ചു, എന്താ അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങനെ വരുന്നേ? മുമ്പത്തെ പോലെ ഒന്നും അല്ല, അറിയാലോ, ഇവിടെ ഒരു പെണ്ണുണ്ടെന്നുള്ള ചിന്ത ഇല്ലേ അച്ഛന്, ഇങ്ങനെയൊക്കെ വരാൻ നാണോ ഇല്ലേന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, അച്ഛൻ അവിടുന്ന് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നാൽ എന്താ, സ്റ്റീൽ ബോഡിയും കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. സുധീഷ് പറഞ്ഞു, പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോഴേക്കും ഭാസ്കരന് ദേഷ്യമായി. ഭാസ്കരൻ പറഞ്ഞു, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ, ആ ബാത്റൂമിൽ പോയി കുളിക്കുന്ന തന്നെ മഹാഭാഗ്യം, അതിനകത്താണെങ്കിലോ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല, അതിനകത്ത് ഒരു വീർത്ത് നിന്ന് കുളിച്ചിട്ട് ഇറങ്ങി വരുന്നേ, ഇനിയിപ്പോൾ അതിനകത്ത് തുണിയും കൂടെ മാറാൻ നിന്നിട്ടുണ്ടെങ്കിലോ എൻ്റെ കൈയും കാലും ഒക്കെ ഇടിക്കും, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് പോയി ഡ്രസ്സ് ഒന്ന് ഇട്ടുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ നോക്കി കഴിഞ്ഞപ്പോൾ ആ കവറോടെ ഇരിക്കുന്നുണ്ട്. സുധീഷ് കൊണ്ടുതന്നെ, ഓ തനിക്ക് വേണ്ടി തൻ്റെ മകൻ മേടിച്ചുകൊണ്ടൊന്ന് ഗിഫ്റ്റ് അല്ലേ, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് എടുത്തോണ്ട് അങ്ങോട്ട് പോയി. പക്ഷെ സുധീഷ് ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നിധിയോട് സുഭാഷ് പറഞ്ഞു, അതെ കഴിക്കുന്നില്ലേ, കഴിക്കാൻ വരാൻ പറയണം. നിധി പറഞ്ഞു, കഴിക്കാൻ വരാം ഏട്ടാ, നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും എനിക്ക് ജോലി വേണം, ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സുധീഷ് ഓർത്തു, അവൾക്ക് ആ ഗിഫ്റ്റ് വിളിച്ചുകൊണ്ട് കൊടുത്താലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഗിഫ്റ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റ് അവിടെ കാണുന്നില്ല. താൻ ഇവിടെ വെച്ച് ഗിഫ്റ്റ് ബോക്സ് എന്ത് ചെയ്യുക, അത് കണ്ടില്ലല്ലോ. സുഭാഷിനെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഞാനിവിടെ വെച്ച് ഒരു കവർ കണ്ടായിരുന്നു ചോദിച്ചു. കവർ എന്തിൻ്റെ കവർ, ഞാനൊന്നും എടുത്തില്ല എന്ന് പറയണം. നികേഷിനോട് ചോദിച്ചപ്പോൾ നികേഷ് പറഞ്ഞു, ഞാനും എടുത്തില്ല. പിന്നെ അതെവിടെ പോയി, അവിടെയൊക്കെ നോക്കുകയാണ്, കണ്ടില്ല. അപ്പോഴാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നികേഷും നിധിയൊക്കെ അവിടെ തലയും കുത്തി കിടന്ന് ചിരിക്കാനായിട്ട് തുടങ്ങി. കാരണം നിധിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് നൈറ്റ് സ്യൂട്ടൊക്കെ ഇട്ട് ബനിയനും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് ഭാസ്കരൻ വന്ന് നിൽക്കുന്നു. ഭാസ്കരൻ വന്നിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന് ചോദിക്കുകയാണ്. ആ സമയം സുഭാഷ് ചോദിച്ചു, എന്താ അച്ഛാ ഇതെന്ന് ചോദിക്കുക. എടാ എൻ്റെ മകൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നാ, സുധീഷ് എനിക്ക് വേണ്ടി വാങ്ങി തന്നാ. സുധീഷ് ചോദിച്ചാൽ, അച്ഛാ അച്ഛൻ ഇതെടുത്ത് ഇട്ടോ, പിന്നല്ലാതെ നീ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് തന്നതല്ലേ, അപ്പം പിന്നെ എനിക്ക് ഇടാതിരിക്കാൻ പറ്റുമോ? ഇത് കണ്ടു കഴിഞ്ഞപ്പം നിധി പറഞ്ഞോ, സൂപ്പറായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയണേ. കണ്ടോ എൻ്റെ മരുമോള് പറഞ്ഞേ, എനിക്ക് നന്നായിട്ട് ചേരും, ഞാൻ നല്ല ക്യൂട്ടാന്ന്. ഔ രക്ഷപ്പെട്ടു, ആദ്യമായിട്ടാ ഇങ്ങനെ ഒരാൾ പറയണേന്ന് പറഞ്ഞു. സുധീഷിന് ദേഷ്യമായി. സുധീഷ് പറഞ്ഞു, അച്ഛാ
എന്ത് പരിപാടി വെച്ചാ കാണിച്ചേ? എടാ നീ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നല്ലേ? അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഇതേ ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടി ഏട്ടൻ വാങ്ങിച്ച. ആർക്ക്? നിധിക്ക് വേണ്ടിയിട്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിധി ചിരിച്ചു. നിധി ചിരിച്ചിട്ട് പറഞ്ഞു, അതെ അച്ഛൻ അതെന്ത് ഇട്ടോളാൻ പറയാണ്. ആ സമയം സുധീഷ് പറഞ്ഞു, അച്ഛ മര്യാദയ്ക്ക് ഊരി കൊടുക്കാൻ നോക്ക്. നിധി പറഞ്ഞേ വേണ്ട വേണ്ട, അല്ലെങ്കിൽ എനിക്കത് വേണ്ട. കാരണം അച്ഛനും പാകമായിട്ടുള്ള അത് അച്ഛൻ തന്നെ ഉപയോഗിച്ചിട്ട് എനിക്കത് വലിപ്പം കൂടലാന്ന് പറയണം. സുധീഷിന് നല്ല ദേഷ്യമായി. എന്ത് ചെയ്യാൻ പറ്റും? നിധിയും നികേഷും കൂടെ കിടന്ന് ചിരിച്ചു. നിധി പറഞ്ഞു, അല്ലേലും ഇത്ര വലിപ്പമുള്ളതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്നോട് പറയുവാണ്. ഭാസ്കരൻ പറഞ്ഞു, കണ്ടോ എൻ്റെ മരുമോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇത് എനിക്ക് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര സന്തോഷത്തോടെ ഭാസ്കരൻ അങ്ങോട്ട് കയറിപ്പോയി. സുധീഷിന് നല്ല ദേഷ്യമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധിയുടെ അടുത്തേക്ക് സുധീഷ് വന്നു. പിന്നീട് സുധീഷ് വന്നിട്ട് നിധിയോട് പറഞ്ഞു, അല്ല ഇത്തിരി വലുത് വേണമെന്ന് ഓർത്തിട്ടാ ഞാൻ ഇത്തിരി വലിയ നഴ്സറിയുടെയൊക്കെ വാങ്ങിച്ചെന്ന് പറയണ. നിധി പറഞ്ഞു, എന്തിനാ സുധീഷേ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീഷിന് എന്നോട് ദേഷ്യം തോന്നുവോ? ദേഷ്യം തോന്നാനോ? അത് നിധിയോട്. എനിക്കോ? എനിക്ക് ദേഷ്യമൊന്നും തോന്നത്തില്ല. എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. അതെ, എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ മുടക്കേണ്ട കാര്യമില്ല. സുധീഷ് പറഞ്ഞു, അത് പിന്നെ ഞാൻ വേണ്ട സുധീഷേ, സുധീഷിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കണ്ട. എനിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഇനിയിപ്പോൾ നാളെ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമല്ലോ, ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. വെറുതെ കയ്യിലിരിക്കുന്ന പൈസ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് മുടക്കി കളയേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ സ്വരൂപിച്ച് വെക്കണമെന്ന് പറയണം. സുധീഷ് പറഞ്ഞു, അത് പിന്നെ ഞാൻ പറയുന്ന തെറ്റായിട്ട് തോന്നരുത്. സുധീഷിന് നന്മയെ കരുതിയിട്ട് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയണേ. പിന്നെ നാളെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, അത് പിന്നെ ഞാൻ പേടിക്കൊന്നും വേണ്ട സുധീഷേ, വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നിധി അങ്ങോട്ട് പോയി. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നിധിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വാങ്ങിയതാ. വാങ്ങിച്ച് 2 ഫ്ലോപ്പായി പോയി. ആദ്യം നൈറ്റ് മേടിച്ചോണ്ട് വന്നു, ഇപ്പം നൈറ്റ് സ്യൂട്ട് വാങ്ങിച്ചോണ്ട് വന്നു. വെറുതെ പൈസ പോയത് മിച്ചം, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായതുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? സാരമില്ല, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് സുധീഷ് സമാധാനിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നിധി സുഭാഷിൻ്റെ അടുത്തേക്ക് ഇല്ലണം. അപ്പോൾ സുഭാഷ് കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് അടുക്കിപ്പുറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി ആ കൂടെ കൂടി പൊടികളൊക്കെ ടിന്നകത്ത് ഇട്ട് വെക്കാൻ സഹായിക്കുകയാണ്. ആ സമയത്ത് നികേഷും സുധീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് നികേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുധീഷ് തോരാതെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുനന്ദി അങ്ങോട്ടേക്ക് വരുന്നേ. സുനന്ദി നിധിന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നേ. ആ വിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് ചോദിച്ചു, അല്ല ഇത്രയും ദിവസം സുഭാഷ് ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ആളാ, പെട്ടെന്നൊരു ദിവസം എന്ത് മാറ്റമാന്ന് നോക്കിയേ. നിധിയെ അടുത്തേ വിളിച്ചോണ്ട് വരുന്നു. അതെ, ഞാനും നിധിയും തമ്മിൽ ഇപ്പം ഫ്രണ്ട്സാന്ന് പറയാം. ഇനിയിപ്പം ഞാനേ നിധിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും, ഞങ്ങൾ തമ്മിൽ കൂട്ടാണല്ലോ എന്ന് പറയാം, അല്ലേ നിധിന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി അതേന്ന് പറയാണ്. ആ സമയം സുധീഷ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. സുധീഷിൻ്റെ മനസ്സിൽ ചില ഐഡിയകൾ തോന്നി. സുധീഷ് മുറിയിലേക്ക് ചെന്നു. നിധിക്ക് വേണ്ടിയിട്ട് 2 നൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നൈറ്റ് എടുത്തു, അത് അവൾക്ക് കൊടുക്കാം, സുനന്ദിക്ക് കൊടുക്കാം എന്ന് കരുതിയിട്ട് അങ്ങോട്ട് വന്നു. സുധീഷ് ഉണർന്ന് സുനന്ദിയുടെ കയ്യിലേക്ക് അത് കൊടുത്തു. ഇതെന്താ? തുറന്നു നോക്കാൻ പറയണേ. നൈറ്റിയോ? ഇതെന്തിനാ എനിക്ക്? അതെ, സുഭാഷ് ഏട്ടനെ സുനന്ദിക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറയണേ. എനിക്ക് വേണ്ടിയിട്ടോ? പെട്ടെന്ന് സുഭാഷ് ചോദിച്ചു, ഞാനെപ്പോൾ വാങ്ങിയിടാം? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി ചിരിക്കുകയാണ്. നിധിക്കും നികേഷിനും എല്ലാവർക്കും കാര്യം മനസ്സിലായി. സുനന്ദയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. സത്യമാണോ പറയണേ? അതേന്നേ ദൈവമേ, എനിക്ക് ഇതുവരെ ആയിട്ടും സുഭാഷ് ചേട്ടൻ ഇങ്ങനെയൊന്നും വാങ്ങി തന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വാങ്ങി തരുന്നത്. എനിക്ക് സന്തോഷമായി. അതും കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ സുനന്ദി സന്തോഷത്തോട് ഓടിയിട്ട് അതും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. സുഭാഷ് ചാടി എഴുന്നേറ്റ് സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട്, എടാ എന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? ഇതുമായിട്ട് അവൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? എടാ ഞാനാ വാങ്ങി തന്നെങ്ങാനും അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായിരിക്കണേ? സുഭാഷ് ഏട്ടൻ വാങ്ങി കൊടുത്തെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. എടാ നീ എന്തിനാ കള്ളത്തരം പറഞ്ഞേ? അതെ, നിധിക്ക് എന്താളും പാകമാകത്തില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു കാര്യമാണെന്ന് തോന്നി, അതുകൊണ്ട് കൊടുത്താന്ന് പറയണ. നികേഷും നിധിയും കൂടെ ചിരിച്ചു. സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, എല്ലാവരും കൂടെ കൂടിയിട്ട് തന്നെ പെടുത്തിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു സുഭാഷിൻ്റെ മനസ്സിൽ. പിറ്റേന്ന് നിധി രാവിലെ എഴുന്നേറ്റു. ഇൻ്റർവ്യൂ ഉള്ള ദിവസമല്ലേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സുഭാഷ് അവിടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഭാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറയണം. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതിനെന്താ പോയിട്ട് വരാൻ പറയണം. അപ്പോഴേക്കും നിധി സുഭാഷിനെ ഒന്ന് നോക്കി. ആ സമയത്ത് സുധീഷും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം നിധി ചോദിച്ചു, അല്ല സുഭാഷ് ഏട്ടാ, സുഭാഷേൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ കമ്പനി അല്ലേ നിൽക്കുക? എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയോ? സുഭാഷിനൊന്നും മനസ്സിലായില്ല. ആ സമയം സുധീഷ് കൈയും കാലും ഒക്കെ എടുത്ത് കാണിക്കുകയാണ് സുഭാഷിനെ. സുഭാഷിന് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. അല്ല എനിക്ക് ഈ ജോലി കിട്ടൂലല്ലോ ഉറപ്പായിട്ടും.
സുഭാഷ് പറഞ്ഞു അത് പിന്നെ ഇൻ്റർവ്യൂവിന് ചെന്നാലേ അറിയത്തുള്ളൂ നിധി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ടേ. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു അല്ല സുഭാഷ് ചേട്ടന് മനസ്സിലായില്ലേ ആളുടെ കമ്പനിയാന്ന്, സുഭാഷ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനി. ആ കമ്പനിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? സുഭാഷ് ചേട്ടനല്ലേ പറഞ്ഞേ, ഇത്ര പെട്ടെന്ന് മറന്നു പോയെന്ന് ചോദിക്കുകയാണ്. സുഭാഷിന് അപ്പോഴേ മനസ്സിലായി സുധീഷ് എന്തോ ഊടായ്പ വെച്ചിട്ടുണ്ട്. സുധീഷ് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്ത് ചെയ്യാൻ പറ്റും, സുഭാഷിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. സുധീഷ് പറയുന്നതിനെല്ലാം തലയാട്ടി കൊടുക്കല്ലാതെ. ഒടുവിൽ നിധി പറഞ്ഞു എനിക്ക് പ്രതീക്ഷയായി ജോലി എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോയ ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഉറപ്പുണ്ട്. കാരണം സുഭാഷ് ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് കിട്ടുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സുഭാഷിന് ഭയങ്കര ടെൻഷനായിപ്പോയി. സുധീഷ് കാരണം എന്തൊക്കെയാ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കള്ളത്തര പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ സമയത്ത് സുധീഷ് പറഞ്ഞു ഉറപ്പായിട്ടും കിട്ടും, ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയണം. എന്നാൽ ശരി സുഭാഷ് ചേട്ടാ, ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും സുഭാഷിന് നല്ല ദേഷ്യമായി. സുഭാഷ് സുധീഷിനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. സുധീഷ് പറഞ്ഞു വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് സുഭാഷ് ചേട്ടാ, എന്തെങ്കിലും ഇൻ്റർവ്യൂ എങ്കിലും അവളെ കൊണ്ടുപോയി നടത്തിക്കണം, അല്ലെങ്കിൽ അവൾക്ക് സംശയം തോന്നൂലോ, അതുകൊണ്ടൊക്കെയാന്ന് പറയണം. സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അതേസമയം സുധീഷ് ഓർത്തു എങ്ങനെയെങ്കിലും ഇൻ്റർവ്യൂ ഒന്ന് കഴിയുവാണെങ്കിൽ അവളോട് കള്ളത്തരം പറയാൻ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ സുഭാഷിന് നല്ല ടെൻഷനായിരുന്നു. ആ സമയത്ത് റെഡിയാവാൻ പോയ നിധിയുടെ കരച്ചിൽ കേൾക്കുവാണ് ബാത്റൂമിൻ്റെ അവിടെ നിന്ന്. സുധീഷ് സുഭാഷോട് ഓടിച്ചെന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോഴേക്കും നിധി പതുക്കെ കഥ തുറന്ന് ഇറങ്ങി വരുവാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു അതെ ഞാനൊന്ന് തെന്നി വീണെന്ന് പറയാണ് ബാത്റൂമിൽ. സുഭാഷ് ചോദിച്ചു ബാത്റൂമിൽ വഴുക്കളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അവിടെ സോപ്പ് കിടപ്പുണ്ടായിരുന്നു, കണ്ടില്ല എന്ന് പറയണം. അപ്പം ഭാസ്കരൻ കുളിക്കാൻ കയറി പോയ സമയത്ത് സോപ്പ് താഴെ വീണായിരുന്നു, ഭാസ്കരൻ അതൊന്നും എടുത്തു വെച്ചില്ല. നിധി ആ സോപ്പെ ചവിട്ടി നിധി വീഴുവാണ് ബാത്റൂമിൽ. പെട്ടെന്ന് സുഭാഷ് ചോദിച്ചു എന്തെങ്കിലും പറ്റുമോ, താഴെ വീണിട്ട് വല്ല കൈക്ക് വല്ല പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അത്രയ്ക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു എന്ത് ചെയ്യാനാ, ഈ അച്ഛൻ്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു അച്ഛൻ ഒരു കാര്യത്തിലൊരു ശ്രദ്ധയില്ല, ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു തൽക്കാലത്തേക്കൊന്നും ചോദിക്കാനും പറയാനൊന്നും പോകണ്ട, അറിയാലോ. എടാ എനിക്ക് അതിനേക്കാളും ടെൻഷൻ എന്താണെന്നറിയാവോ, നിന്റെ കാര്യം ഓർത്തിട്ടാ. ഇപ്പം നീ ഇൻ്റർവ്യൂവിനൊന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്, ആ ജോലി കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് നിനക്കറിയാവോ. അതെന്തേലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഓർത്തൊന്നും സുഭാഷേട്ടൻ ടെൻഷൻ അടിക്കണ്ട. എടാ ഞാൻ അവളോട് കള്ളത്തരമല്ല പറയണേ, ഇനി അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും. ഇതേ സുഭാഷ് ചേട്ടാ, ഈ ഒരു ടെൻഷൻ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, ഇതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലേക്കല്ലേ കൂട്ടിക്കൊണ്ട് പോകുന്നേ. പിന്നെ ഇൻ്റർവ്യൂ നടന്നു കഴിഞ്ഞാൽ ജോലിയുടെ കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പറയും ജോലി ശരിയായില്ല, അവർക്ക് വേറെ ആളെ കിട്ടിയെന്ന്, എന്തേലും കള്ളത്തരമൊക്കെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ കഴിക്കാനിരിക്കണ സമയത്ത് നിധിയോട് നികേഷ് പറഞ്ഞു ഇന്ന് നിധി അടുത്ത് ഇൻ്റർവ്യൂവിന് പോവല്ലേ, ജോലി കിട്ടിക്കഴിയുമ്പോൾ ചിലവുണ്ടെന്ന് പറയണം. നിധി പറഞ്ഞു അതിനെന്താ, ഞാൻ ചിലവ് ചെയ്യാലോ എന്ന് പറയണം. പിന്നെ ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു സ്കൂട്ടിയൊക്കെ എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതെന്തിനാ, അല്ല ഡെയിലി വന്ന് പോകാലോ, എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുധീഷിന് വല്ലാത്തൊരു ഞെട്ടല്. സുഭാഷ് ദയനീയമായിട്ട് സുധീഷിനെ ഒന്ന് നോക്കുവാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ. മാത്രമല്ല കുഞ്ഞുനാളിന് മുതൽ ഞാൻ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തിരി മാറി എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ വീട്ടുകാരതിന് സമ്മതിച്ചില്ല. നല്ല നല്ല കോളേജുകൾ വേറെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല എൻജിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയൊന്നും സമ്മതിച്ചില്ല, അവർക്ക് കല്യാണം നടത്തിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യത്തിൽ നിങ്ങളൊക്കെ ലക്കല്ലേ, ഒന്ന് ഓർത്ത് വയ്ക്കേ. അത് കേട്ട് കഴിഞ്ഞപ്പം നികേഷ് പറഞ്ഞു അതിന് ചേച്ചിക്ക് എളുപ്പമല്ലേ, തക്കലയും തിരുവനന്തപുരം തമ്മിൽ അധികം വ്യത്യാസമില്ലല്ലോ, തിരുവനന്തപുരത്ത് വന്ന് പഠിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയണം. തിരുവനന്തപുരത്തൊക്കെ വന്ന് പഠിക്കാം, പക്ഷെ അതൊന്നുമല്ല, എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ആ സമയത്ത് ഹരീഷിനെ നോക്കിയിട്ട് പറഞ്ഞു അല്ല ഹരീഷേ, നീ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിക്കുകയാണ് തിരുവനന്തപുരത്ത്. അത് കേട്ടപ്പോൾ ഹരീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഹരീഷിനെ പെട്ടെന്ന് വിക്കി. ഹരീഷ് കോളേജിൽ അങ്ങനെ പഠിക്കാൻ പോലും പോയിട്ടില്ലല്ലോ. പക്ഷേ എങ്കിൽ സുധീഷ് പറഞ്ഞിരിക്കുന്ന എല്ലാവരും കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്നൊക്കെയല്ലേ. ആ സമയത്ത് നിധി തന്നെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ലക്കി തന്നെയാണ്, തിരുവനന്തപുരത്ത് പഠിച്ച് ഇവിടെ തന്നെ ജോലി കിട്ടാന്ന് പറഞ്ഞാൽ. സുഭാഷ് എണ്ണ ഇവിടെ പഠിച്ചിട്ട് ആർക്കിടെക്റ്റായിട്ട് ഇവിടെ തന്നെ ജോലി കിട്ടിയില്ലേ, അതുപോലെ തന്നെ ഹരീഷ് ആണെങ്കിലും എല്ലാവർക്കും ഓരോ ജോലികളൊക്കെ ആയില്ലേ. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല എന്നൊക്കെ പറയണം. ഈ സമയത്ത് നികേഷൊക്കെ അമ്പരപ്പോട് കൂടി സുധീഷിനെ ഇങ്ങനെ നോക്കുകയാണ്, എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയിൽ. പിന്നീട് നിധി കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ സുഭാഷ് ഇത്തിരി കൂടെ കഴിച്ചിട്ട് പോകും, കുറച്ചല്ല കഴിച്ചുള്ളൂ, എനിക്കിത് മതി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞിട്ട് നിധി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് ഹരീഷ് ചോദിച്ചു നീ എന്തൊക്കെയാടാ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഞാൻ കോളേജിൽ പഠിക്കാൻ പോയിട്ടുണ്ടെന്നോ, എന്തൊക്കെ പൊട്ടത്തരോടാ നീ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്.
ആ സമയം സുധീഷ് പറഞ്ഞു അതെ ചില കള്ളത്തരങ്ങളൊക്കെ പറയേണ്ടി വന്നു. ആ സമയം നികേഷ് പറഞ്ഞു കൊള്ളാം, അത് ചെറിയ കള്ളത്തരമൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. സുഭാഷ് പറഞ്ഞു ഞാൻ ആർക്കിടെക്റ്റ് ആണ് പോലും. ഹരീഷ് കോളേജിൽ പോയിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു അല്ല ഞാനിപ്പോൾ കോളേജിൽ പഠിക്കാൻ പോകുന്നത്, ഇനി ഞാൻ വല്ല IAS IPS വല്ല പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതാകാനോ ആണോ? സുധീഷ് ഏട്ടൻ ചേച്ചിയോട് പറഞ്ഞിരിക്കണമെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓ സമാധാനം എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാ കള്ളത്തരങ്ങളും ഒരു ദിവസം പൊളിയുന്നൊരു ദിവസം വരും കണ്ടു. അന്ന് നിധി മിക്കവാറും ഈ വീട് വിട്ടിറങ്ങി എങ്ങോട്ടേലും പോകും. നിന്റെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അതിന് ഇനിയിപ്പോൾ അധികം നാൾ വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പം സുധീഷിൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് നിധിയെ കൂട്ടിക്കൊണ്ട് ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഫേക്ക് ആയിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി വരണം. അവൻ്റെ അച്ഛൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇന്ന് ചെല്ലാനും പറഞ്ഞിരിക്കുന്ന, പക്ഷേ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. ഒടുവിൽ സുധീഷിന് ടെൻഷനായി. പിന്നീട് സുധീഷിന് വോയിസ് മെസ്സേജ് അയക്കുക. എടാ നീ എന്താ കോൾ എടുക്കാത്തെ? ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി ഇറങ്ങാനായിട്ട് തുടങ്ങുക. എടാ ഈ മെസ്സേജ് കാണുമ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ തരണം. പക്ഷേ ആ മെസ്സേജ് കണ്ടിട്ട് പോലുമില്ല. ഡബിൾ ടിക്ക് പോലും വീണിട്ടില്ലോ. അവൻ കണ്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന ഓർത്തുകൊണ്ട് സുധീഷ് ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വന്നു. നിധി വന്നിട്ട് സുധീഷിനോട് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. സുഭാഷും നികേഷും കൂടെ വന്നു. പിന്നീട് അവരുടെ രണ്ടുപേരുടെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ്. ആ സമയത്ത് സുഭാഷ് സുധീഷിനെ ഒന്ന് നോക്കി. പിന്നീട് സുധീഷ് പറഞ്ഞു അല്ല നമുക്ക് ഈ ബൈക്കിന് പോയാൽ പോരേന്ന് ചോദിക്കുകയാണ്. അതിനെന്താ? അല്ല കാറ് ഞാൻ സർവീസിന് കൊടുത്തേക്കുക, നമുക്ക് ബൈക്കിന് പോകാമെന്നൊക്കെ ഒരു കള്ളത്തരം പറയുകയാണ് സുധീഷ്. അത് കേട്ട് കഴിഞ്ഞപ്പം നിധി വിശ്വസിച്ചു. നിധിക്ക് പ്രത്യേക സംശയം തോന്നിയില്ല. അങ്ങനെ നിധിയെ കൊണ്ട് പോകുന്ന സമയത്ത് സുഭാഷിന് ടെൻഷനായി. ദൈവമേ ഇതെങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല എന്നൊരു നെഞ്ചുടിപ്പോട് കൂടിയിട്ട് സുഭാഷ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.